ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. രാവിലെ സ്കൂളിലേക്കും ഓഫീസിലേക്കും ലഞ്ചിനായി എന്ത് കൊടുത്തു വിടുമെന്നുള്ളത് ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഹെൽത്തിയും അത്ര തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ലഞ്ച് ബോക്സ് സീരീസ് ഇനി വരും ദിവസങ്ങളിൽ ഓരോന്നായി നമുക്ക് കാണാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലഞ്ച് ബോക്സ് ഐറ്റം പനീർ റോൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായി ഇതിൻ്റെ മാരിനേഷൻ ഒന്ന് ചെയ്യാം. ഇതിനായി 200 ഗ്രാം പനീർ ക്യൂബ്സായോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലോ കട്ട് ചെയ്ത് വെക്കുക. ഇതിലേക്ക് 1/3 കപ്പ് അല്ലെങ്കിൽ 80 ml തൈര് ആഡ് ചെയ്യുക. പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കൈകൊണ്ട് നന്നായി തിരുമിയ ശേഷം കസൂരി മേത്തി 1/2 ടീസ്പൂണും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്കൊരു ഗ്രീൻ ചട്നി തയ്യാറാക്കാം. ഇതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പുതിനയിലയും 2 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത കൂട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ തിക്കായിട്ടുള്ള തൈരും ഉപ്പും കൂടെ ചേർത്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രീൻ ചട്നി റെഡിയാണ്. ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന നിലയ്ക്ക് പനീർ റോൾസിൻ്റെ റാപ്പേഴ്സായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചപ്പാത്തി തന്നെയാണ്. അതിനായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ട് ഇതിനൊരു ബോൾ ഷേപ്പിലേക്കാക്കി ഒരു മൂടി കൊണ്ട് മൂടി 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി ഒരു കടായി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കുക. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് സോട്ട് ചെയ്തതിന് ശേഷം 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ കുരുമാറ്റി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയും നീളത്തിൽ അരിഞ്ഞെടുത്ത 1/2 ക്യാപ്സിക്കവും ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയ ശേഷം മാരിനേറ്റ് ചെയ്ത പനീറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് വഴറ്റി ഒരു ബൗളിലേക്ക് മാറ്റുക. പനീർ ഫില്ലിങ്ങും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി മാവ് ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 7 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. തീരെ ചെറിയ ബോൾസ് ആക്കരുത് കേട്ടോ. ഫില്ലിംഗ് വെച്ചതിന് ശേഷം റോള് ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും. ഇനി ഓരോ ഉരുളയും പൊടിയിൽ മുക്കി പരത്തിയ ശേഷം ഒരു തവയിൽ തിരിച്ചു മറിച്ചുമിട്ട് 2 വശത്തും നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു കാസറോളിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റാപ്പും അങ്ങനെ റെഡിയാണ്. ഇനി നമുക്ക് ഓരോന്നും റോള് ചെയ്തെടുക്കാം. ഒരു ചപ്പാത്തിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്തതിന് ശേഷം സെൻറ്ററിലായി പനീർ ഫില്ല് ചെയ്ത് ഒരു സൈഡിൽ നിന്നും നല്ല ടൈറ്റായി തന്നെ റോൾ ചെയ്തെടുക്കുക. ഇതുപോലുള്ള ഒരു ബട്ടർ പേപ്പറിലും കൂടെ റാപ്പ് ചെയ്തതിന് ശേഷം താഴെ സെക്യൂർ ആക്കി കൊടുക്കുക. ബാക്കി ഫില്ലിങ്ങും ഇതുപോലെ തന്നെ റോള് ചെയ്തെടുക്കുക. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പനീർ റോൾസ് ഇവിടെ റെഡിയാണ്. ഈ ഒരു റോള് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു കംപ്ലീറ്റ് മീൽ ആകുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.